ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഓട്ട മത്സരത്തിനൊരുങ്ങുന്ന കുട്ടി കണ്ണുചിമ്മി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പക്ഷെ അവൻ പരാജയപ്പെട്ടു. കണ്ടുനിന്ന ടീച്ചർക്ക് വലിയ സങ്കടമായി. അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നീ തോറ്റുപോയല്ലോ മോനെ. സാരമില്ല, അടുത്ത തവണ ശ്രമിക്കൂ, മോൻ വിഷമിക്കരുത്. ടീച്ചറുടെ ആശ്വാസവാക്ക് കേട്ടപ്പോൾ കുട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ജയിക്കാൻ വേണ്ടിയായിരുന്നില്ല ടീച്ചർ ഞാൻ പ്രാർത്ഥിച്ചത്, തോറ്റുപോയാലും കരയാതിരിക്കാനായിരുന്നു. നോക്കൂ ടീച്ചർ, ഞാൻ കരയുന്നില്ലല്ലോ. വിടർന്ന കണ്ണുകളോടെ അവൻ പുഞ്ചിരിച്ചു. ടീച്ചർക്കും അതൊരു വലിയ പാഠമായി തോന്നി. യഥാർത്ഥത്തിൽ നിവർന്ന് ജീവിക്കാനുള്ള പ്രേരണയാണ് പ്രാർത്ഥന, തോറ്റാലും കരയാതിരിക്കാൻ. എല്ലായ്പ്പോഴും നേടലല്ല, ജയിക്കലല്ല ജീവിതം എന്ന തിരിച്ചറിവുണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്. ഒരിടത്ത് തോൽക്കുന്നു എന്ന് കരുതി ജീവിതത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നല്ല അർത്ഥം. മറ്റൊരിടത്ത് ജയിക്കുന്നത് കാണാതെ പോവരുത്. സ്പാർക്കി എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. സ്കൂൾ എന്ന് കേൾക്കുന്നതേ സ്പാർക്കിയെ സംബന്ധിച്ച് തലവേദനയായിരുന്നു. കാരണം സ്പാർക്കി ഒരു വിഷയത്തിലും മിടുക്കനായിരുന്നില്ല. ചിലതൊക്കെ തോറ്റാണ് അവൻ പഠിച്ചത്. പഠനത്തിൽ മാത്രമല്ല, കളികളിലും സ്പാർക്കി മിടുക്കനായിരുന്നില്ല. അങ്ങനെ സ്പാർക്കി മറ്റു കുട്ടികൾക്ക് പരിഹാസ കഥാപാത്രമായി. ഒന്നിനും മിടുക്കില്ലാത്തവൻ. ആരും അവനുമായി ചങ്ങാത്തം കൂടാൻ പോലും ഇഷ്ടപ്പെട്ടില്ല. എന്തിന്, അവനെ കണ്ടാൽ മൈൻഡ് ചെയ്യുക പോലുമില്ല. താനൊരു ഭൂലോക തോൽവിയാണെന്ന് സ്പാർക്കിക്കും തോന്നി. അതവനെ നിരാശനാക്കി, ദേഷ്യം പിടിപ്പിച്ചു, സങ്കടപ്പെടുത്തി. ഈ അവസരങ്ങളിലെല്ലാം അവൻ ആശ്വാസമായത് ഇഷ്ടവിനോദമായ വരയായിരുന്നു. അവൻ വരച്ചുകൊണ്ടേയിരുന്നു. മറ്റൊരാളും അവന്റെ വരകൾ നല്ലതാണെന്ന് പറഞ്ഞില്ല. എങ്കിലും അവൻ വര തുടർന്നു. ആ ഒരു കാര്യത്തിൽ മാത്രം അവന് വിശ്വാസമായിരുന്നു. താൻ നന്നായി വരയ്ക്കുന്നുണ്ട് എന്ന വിശ്വാസം അവനിൽ ബലപ്പെട്ടു. ഹൈസ്കൂൾ അവസാന വർഷം താൻ വരച്ച ചില കാർട്ടൂൺ ചിത്രങ്ങൾ ഇയർബുക്കിന്റെ എഡിറ്റർക്ക് അയച്ചുകൊടുത്തു. എന്നാൽ അത് നിരസിക്കപ്പെട്ടു. എന്നിട്ടും സ്പാർക്കി പിന്മാറിയില്ല. സ്കൂൾ പഠനം കഴിഞ്ഞ ഉടൻ സ്പാർക്കി വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോയിലേക്ക് കത്തെഴുതി. ചിത്രങ്ങൾ അയച്ചുകൊടുക്കാൻ ആവശ്യപ്പെട്ട് മറുപടി വന്നപ്പോൾ സ്പാർക്കി സന്തോഷവാനായി. ഏറെ സമയം ചെലവഴിച്ച് സൂക്ഷ്മതയോടെ അവൻ ചിത്രങ്ങൾ പൂർത്തിയാക്കി അയച്ചുകൊടുത്തു. പക്ഷേ അവയും നിരസിക്കപ്പെട്ടു. തന്റെ പരാജയങ്ങൾ സ്പാർക്കിയെ ചൊടിപ്പിച്ചു. ജീവിത വഴിയിലുണ്ടായ തോൽവികളെല്ലാം ചേർത്തുവച്ച് ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ സ്പാർക്കി സൃഷ്ടിച്ചു. തോൽവി മാത്രമുള്ള ഒരു കുട്ടി, ഒരു ക്രോണിക് അണ്ടർ അച്ചീവർ. ആ കാർട്ടൂൺ കഥാപാത്രം പിന്നീട് ലോക ശ്രദ്ധ നേടി. പീനട്സ് എന്ന ലോകപ്രശസ്ത കോമിക് സ്ട്രിപ്പ് ഒരുക്കിയ ലിറ്റിൽ കാർട്ടൂൺ ബോയ് ഒരുക്കിയ ചാൾസ് എം ഷൂൾസ് ആയിരുന്നു സ്പാർക്കി എന്ന തോറ്റ കുട്ടി. പീനട്സ് എന്ന കോമിക് സ്ട്രിപ്പ് 75 രാജ്യങ്ങളിലെ 21ഓളം ഭാഷകളിലെ 2600ഓളം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ഏതാണ്ട് അരനൂറ്റാണ്ടുകാലം പീനട്സ് എന്ന ഹാസ്യ പരമ്പര ലോകമാകെ തരംഗമായി. പീനട്സിലെ കഥാപാത്രങ്ങളായ ചാർലി ബ്രൌൺ, സ്നൂപ്പി എന്നിവ ഏവരുടെയും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായി മാറി. അങ്ങനെ ഭൂലോക തോൽവി എന്ന് ഏവരാലും വിളിക്കപ്പെട്ട സ്പാർക്കി എന്ന ചാൾസ് മൺറോ ഷൂൾസ് എന്ന കാർട്ടൂണിസ്റ്റ് എക്കാലത്തെയും മികച്ച കാർട്ടൂണിസ്റ്റുകളിൽ ഒന്നായി എന്ന് മാത്രമല്ല, മറ്റു പലരുടെയും ഇൻഫ്ലുവൻഷ്യൽ കാർട്ടൂണിസ്റ്റായി മാറുകയും ചെയ്തു. ഇങ്ങനെ തോറ്റ് ജീവിതം വെട്ടിപ്പിടിച്ച അനേകം മനുഷ്യരുണ്ട്. അവരുടെ കൂടി കഥയാണ് മനുഷ്യ ചരിത്രം. അല്ലാതെ എല്ലാത്തിലും ജയിച്ചവരുടേത് മാത്രമല്ല. ആദ്യം പറഞ്ഞ കഥയിൽ പ്രാർത്ഥിച്ച കുട്ടി പറയുന്നുണ്ടല്ലോ, ജയിക്കാൻ വേണ്ടിയായിരുന്നില്ല ടീച്ചർ ഞാൻ പ്രാർത്ഥിച്ചത്, തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയാണെന്ന്. അതിനുള്ള മനോബലമാണ് വേണ്ടത്. ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പുത്തൻ ഉടുപ്പിട്ട് പുത്തൻ പ്രതീക്ഷകളുമായി മഴയ്ക്കൊപ്പം സ്കൂളിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളോട് ഇതേ പറയാനുള്ളൂ. എല്ലാവർക്കും എല്ലാത്തിലും ജയിക്കാനാവില്ല. ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ടാവും. ചിലർക്ക് ഒന്നിലധികം കഴിവുകൾ. ആ കഴിവുകളെ തിരിച്ചറിയലാണ് പ്രധാനം. നേടുന്നതിനെക്കുറിച്ച് മാത്രം പഠിപ്പിക്കലല്ല വിദ്യാഭ്യാസമെന്ന് രക്ഷിതാക്കളും അധ്യാപകരും ഓർക്കണം. വിദ്യാഭ്യാസത്തിന് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ജീവസന്ധാരണത്തിനാവശ്യമായ വിദ്യകളും ഉപായങ്ങളും അഭ്യസിക്കുക. രണ്ടാമത്തേത്, മാനുഷികമായ ജീവിതം നയിക്കാൻ ഒരുക്കുക. അതായത് മനുഷ്യത്വമുള്ളവനായി വളർത്തുക എന്നത്. ജയിക്കലിനെക്കുറിച്ചും നേടുന്നതിനെക്കുറിച്ചും മാത്രം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഇല്ലാതാക്കുന്നത് മനുഷ്യനിലെ ആർദ്രതയാണ്. അത് വേണ്ട നമുക്ക്. കാരണം അത് തമ്മിൽ ഇല്ലാതാക്കാനേ ഉപകരിക്കൂ. നമുക്ക് ജയിക്കാം, മനുഷ്യത്വമുള്ള മനുഷ്യനായി വളർന്ന്. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർച്ചിന്നും തുങ്കമാമ്പാനിൻ ചോട്ടിയിലാണെന്റെ വിദ്യാലയം. പലരും ഈ വരികൾ ഓർക്കുന്നുണ്ടാവുമല്ലേ? ഒളപ്പമണ്ണ എഴുതിയ കവിത. അതേ കവിതയിൽ ഒളപ്പമണ്ണ നമ്മോട് പറഞ്ഞൊരു വരി പ്രത്യേകം ഓർക്കുന്നുണ്ടാവണം.
മുൾച്ചെടിത്തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട്. ആ ചെറു പനിനീരുരയ്ക്കുന്നു, മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ. എന്താണ് മൂളുന്നത്? മധുരമീ ജീവിതം ചെറുതാണെന്നാകിലും. അതുകൊണ്ട് ചെറിയ ജീവിതമാണെങ്കിലും മധുരമായി തന്നെ നമുക്ക് ജീവിക്കാം. അതിന് സഹവസിക്കാനും സഹജീവികളെ പരിഗണിക്കാനും പഠിക്കണം. അതാണ് വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത്. അതാണ് നമ്മുടെ മക്കൾ ആദ്യം പഠിക്കേണ്ടത്. ഒറ്റയ്ക്കായാലും ജീവിക്കണം, അത് ആത്മവിശ്വാസമാണ്. എന്നാൽ ഞാൻ മാത്രം മതി, തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് കരുതുന്നത് അഹംബോധമാണ്. അത് നമുക്ക് വേണ്ട. ഇക്കുറി നമ്മുടെ പ്രവേശനോത്സവ ഗാനം രചിച്ചിരിക്കുന്നത് കൊട്ടാരക്കര താമരക്കുടി SVVHSലെ ഒരു വിദ്യാർത്ഥിനിയാണ് ഭദ്ര ഹരി. ചിട്ടപ്പെടുത്തിയത് അൽഫോൺസ് ജോസഫാണ്. അനു തോമസും അലീന മേരിയും ജെറിൻ ജോർജ് എന്നിവരും ഗാനാലാപനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രവേശനോത്സവ ഗാനത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ഭദ്രഹരിയും എത്തിയിരുന്നു. ഭദ്രഹരി അത് പാടുകയും ചെയ്തു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം ഞാൻ എഴുതിയ സമയത്തെ ഈണത്തില് ഒന്ന് പാടുകയാണ്. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വന്നം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. നമുക്ക് വളരെ മനോഹരമായ വരികളാണ് ഭദ്ര എഴുതിയത്. അതിൽ ഒരിടത്ത് ഭദ്ര എഴുതുന്നുണ്ട്, അത് സമത്വത്തെക്കുറിച്ചാണ്. നേരത്തെ പറഞ്ഞതുപോലെ സഹവസിക്കാനും സഹജീവികളെ പരിഗണിക്കാനുമുള്ള വരികൾ. സമത്വമുണരും സ്വതന്ത്ര ഭൂമി ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ശാരിക പാടിയ കവിതകളിൽ. സമത്വമുണരും സ്വതന്ത്ര ഭൂമി ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ശാരിക പാടിയ കവിതകളിൽ. എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ. നമുക്കുമറിവിൻ പൊന്തൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നെയ്തിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ, പുതിയ ചരിത്രം വിടരട്ടെ. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം.